ഹലോ, വിഷ് എ ഹാപ്പി ആൻഡ് ബ്രൈറ്റ് ന്യൂ ഇയർ. 2025 ആദ്യത്തെ വീഡിയോ ആണെന്ന്. അപ്പൊ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സെന്റൻസസ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ഷോർട്ട് ആയിട്ടുള്ള സെന്റൻസസ് തുടങ്ങി കുറച്ച് നീളം കൂടിയ സെന്റൻസസ് വരെ നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ പഠിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഗ്രാമർ അത്ര താല്പര്യമില്ലാത്തവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോന്റെ അവസാനം ഞാനൊരു ഷോർട്ട് ക്വിസ് കൂടെ വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടിട്ട് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. ഈ സെന്റൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ, വാക്കുകളുടെ ഒരു കൂട്ടം. അപ്പൊ നിങ്ങൾ ഇതിനകം കേട്ടിട്ടുണ്ടാവും ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിൽ സബ്ജക്റ്റ് വേണം, വേർബും വേണം എന്ന്. പക്ഷെ അപ്പൊ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ചിലപ്പോ പ്രെഡിക്കേറ്റ് അതുപോലെ ഓബ്ജക്റ്റ് എന്നൊക്കെ കേട്ട് കാണും. അതെന്താണ്? അപ്പൊ സബ്ജക്റ്റ് എന്താണ്, പ്രെഡിക്കേറ്റ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഞാനിങ്ങനെ ഒരു സെന്റൻസ് പറയാണ്, ടോം വായിക്കാറുണ്ട്. അപ്പോ ടോം റീഡ്സ് എന്ന് പറയാം. ഇപ്പൊ ടോം പുസ്തകങ്ങൾ വായിക്കാറുണ്ട് എന്ന് പറയണമെങ്കിൽ ടോം റീഡ്സ് ബുക്സ് എന്നും പറയാം, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ടോമിനെ കുറിച്ചാണ്. ടോം ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മളിവിടെ നോക്കുന്നത്, അല്ലെ? ടോം ആണ് പ്രവൃത്തി ചെയ്യുന്ന ആള്. അപ്പൊ ടോമിനെ നമ്മൾ വിളിക്കുന്നത് സബ്ജക്റ്റ് എന്നാണ്. അതായത് നമ്മളൊരു സെന്റൻസിൽ ആരെക്കുറിച്ചാണോ പറയുന്നത്, അല്ലെങ്കിൽ ആര് ചെയ്യുന്ന പ്രവൃത്തികളാണ് അവിടെ നമ്മൾ പറയുന്നത്, അയാളാണ് സബ്ജക്റ്റ്. ഇപ്പൊ ടോം ആണ് സബ്ജക്റ്റ്. അത് കഴിഞ്ഞ് ടോമിനെ കുറിച്ച് നമ്മൾ വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ടോം എന്താ ചെയ്യുന്നതെന്ന്? പുസ്തകങ്ങൾ വായിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോ റീഡ്സ് ബുക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് പ്രെഡിക്കേറ്റ്. അതായത് ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് വരുന്നതെല്ലാം പ്രെഡിക്കേറ്റ് ആണ്. ആ പ്രെഡിക്കേറ്റില് തീർച്ചയായും ഒരു വേർബ് ഉണ്ടാവും. കാരണം ഒരു വേർബ് ഇല്ലാതെ ഒരാള് ഇന്ന പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയണമല്ലോ. ആ പ്രവൃത്തി അവിടെ വരാതെ സെന്റൻസ് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ ഈ സെന്റൻസിൽ ടോം സബ്ജക്റ്റും പിന്നെ വേർബായിട്ട് വരുന്നത് എന്താണ്? റീഡ്സ് ആണ്. അത് കഴിഞ്ഞ് ബുക്സ് എന്നൊരു വാക്കുകൂടി നിങ്ങൾക്ക് കാണാം. അപ്പൊ ടോം വായിക്കാറുണ്ട്. ടോം എന്താണ് വായിക്കാറുള്ളത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ബുക്സ്. ആ ബുക്സ് ആണ് ഇവിടെ ഓബ്ജക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ എന്താണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്ന്. സബ്ജക്റ്റ് കഴിഞ്ഞ് ഒരു സെന്റൻസിൽ ബാക്കി ഉണ്ടാവുന്നത് മുഴുവൻ പ്രെഡിക്കേറ്റ് ആണ്. ആ പ്രെഡിക്കേറ്റിലാണ് നമുക്ക് വേർബും ഓബ്ജക്റ്റും എല്ലാം കിട്ടുന്നത്. പിന്നെ ഈ പ്രെഡിക്കേറ്റ് ചിലപ്പോൾ വളരെ നീണ്ടു പോകാം. ഇപ്പൊ നേരത്തെ കണ്ട സെന്റൻസ് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം, ടോം റീഡ്സ് ബുക്സ് ഇൻ ഹിസ് ഫ്രീ ടൈം. ടോം അവന്റെ ഒഴിവ് സമയങ്ങളിൽ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അപ്പൊ അവിടെയും സബ്ജക്റ്റ് ടോം തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അത് കഴിഞ്ഞ് പ്രെഡിക്കേറ്റ് കുറച്ചുകൂടി ലെങ്തി ആയി, നീളം കൂടി, അല്ലെ? അപ്പോ റീഡ്സ് ബുക്സ് ഇൻ ഹിസ് ഫ്രീ ടൈം എന്ന് പറയുന്നത് മുഴുവനും പ്രെഡിക്കേറ്റ് ആണ്. അപ്പൊ അവിടെയും കാണാലോ ഒരു വേർബ് ഉണ്ട്, റീഡ്സ് എന്നുള്ളത് വേർബായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായല്ലോ പ്രെഡിക്കേറ്റ് എന്താണ്, സബ്ജക്റ്റ് എന്താണ് എന്ന്. അപ്പൊ പ്രെഡിക്കേറ്റിനകത്താണ് നമുക്ക് വേർബും ഒബ്ജക്റ്റും എല്ലാം കാണാൻ സാധിക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരിക കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ, അത് നിലനിൽക്കണമെങ്കിൽ അവിടെ ഒരു സബ്ജക്റ്റും വേണം, ഒരു വേർബും വേണം. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ വേർബ്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. വേർബ്സിനെ നമുക്ക് പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം, അതായത് തരം തിരിക്കാം. അതിലൊരു രീതി ട്രാൻസിറ്റീവ് വേർബ്സ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. എന്താണ് ഈ ട്രാൻസിറ്റീവും ഇൻട്രാൻസിറ്റീവും? പണ്ട് നമ്മൾ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട് മലയാളത്തില് സകർമ്മക ക്രിയ, അകർമ്മക ക്രിയ എന്ന്, അല്ലേ? അതാണ് ഈ ട്രാൻസിറ്റീവും ഇൻട്രാൻസിറ്റീവും. പക്ഷെ ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ എക്സാമ്പിൾസ് കാണിക്കാം. ഇപ്പൊ ഞാൻ പറയാണ്, ഞാനൊരു ആപ്പിൾ കഴിച്ചു, ആപ്പിൾ തിന്നു. ഇംഗ്ലീഷില് ഐ എയ്റ്റ് ആൻ ആപ്പിൾ. തിന്നു, അപ്പൊ എയ്റ്റ് എന്ന് വരും. എയ്റ്റിന്റെ പാസ്റ്റ് ടെൻസ് വന്നു. ഐ എയ്റ്റ് ആൻ ആപ്പിൾ. ഇവിടെ നമുക്ക് അറിയേണ്ടത് എയ്റ്റ് ഒരു ട്രാൻസിറ്റീവ് വേർബ് ആണോ എന്നാണ്. അതിനുള്ള എളുപ്പമാർഗം രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ഏതൊക്കെയാണെന്നറിയാമോ? എന്തിനെ അല്ലെങ്കിൽ ആരെ. ഇംഗ്ലീഷില് വാട്ട് ഓർ ഹും. ആര് അല്ല, ഹു അല്ല, ആരെ, ഹും. ഈ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ഈ വേർബ് ട്രാൻസിറ്റീവ് വേർബ് ആണ്. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് ഞാനൊരു ആപ്പിൾ കഴിച്ചു, ഐ എയ്റ്റ് ആൻ ആപ്പിൾ. ആരെ കഴിച്ചു? നമുക്ക് ഉത്തരം കിട്ടില്ല. എന്തിനെ കഴിച്ചു? ഉത്തരമുണ്ട്, ആപ്പിളിനെ കഴിച്ചു, അല്ലെ? അപ്പൊ എയ്റ്റ് ഒരു ട്രാൻസിറ്റീവ് വേർബ് ആണ്. അപ്പൊ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലായോ? അവിടെ ഒരു ഓബ്ജക്റ്റ് ഉണ്ടാവും. എന്തിനെ കഴിച്ചു എന്ന് പറയാൻ അവിടെ ഒരു ഉത്തരം ഉണ്ടല്ലോ, അതാണ് ഓബ്ജക്റ്റ്. അപ്പൊ ട്രാൻസിറ്റീവ് വേർബ്സിന് എപ്പോഴും ഓബ്ജക്റ്റ് ഉണ്ടാകും. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഞങ്ങള് ഒരു മൂവി കാണുകയാണ്. വി ആർ വാച്ചിങ് എ മൂവി. അപ്പൊ ഇവിടെ ആർ വാച്ചിങ് എന്നുള്ളതാണ് വേർബ്. എന്ത്
ആരാണ് കാണുന്നത്? മൂവിയെ, അല്ലെ? അപ്പൊ ഉത്തരവുണ്ട്. അപ്പൊ ആർ വാച്ചിങ്, ഈ വാച്ച് എന്ന് പറയുന്നത് ഒരു ട്രാൻസിറ്റീവ് വേർബ് ആണ്. ഒരെണ്ണം കൂടെ, അയാൾ സുഹൃത്തുക്കളെ സന്ദർശിച്ചു. ഹി വിസിറ്റഡ് ഹിസ് ഫ്രണ്ട്സ്. അപ്പൊ വിസിറ്റഡ്, സന്ദർശിച്ചു, ട്രാൻസിറ്റീവ് ആണോ? ആരെ സന്ദർശിച്ചു? ഫ്രണ്ട്സിനെ സന്ദർശിച്ചു, അല്ലെ? ഉത്തരവുണ്ട്. അപ്പൊ വിസിറ്റും ഒരു ട്രാൻസിറ്റീവ് വേർബ് ആണ്. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ഒരു വേർബ് ട്രാൻസിറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കുന്നതെന്ന്? ഇനി ഇൻട്രാൻസിറ്റീവ് വേർബ്സിനും ഞാൻ എക്സാമ്പിൾസ് പറയാം. എനിക്ക് പറയണം, അവള് കരഞ്ഞു. എന്ത് പറയും? ഷി ക്രൈഡ്. ക്രൈഡ് എന്ന് പറയുന്നതാണ് വേർബ്. അത് ട്രാൻസിറ്റീവ് ആണോ? ചോദ്യം ചോദിച്ചു നോക്കൂ. ആരെ കരഞ്ഞു? ഉത്തരവില്ല. എന്തിനെ കരഞ്ഞു? ഉത്തരവില്ല. ക്രൈഡ് ഒരു ഇൻട്രാൻസിറ്റീവ് വേർബ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇൻട്രാൻസിറ്റീവ് വേർബ്സിന് ഓബ്ജക്റ്റ് ഉണ്ടാവില്ല. മനസ്സിലായോ? ഇനി അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഞങ്ങൾ നടന്നു. വി വാക്ഡ്. ഞങ്ങൾ നടന്നു. ആരെ നടന്നു? എന്തിനെ നടന്നു? ഉത്തരവില്ല. വാക്ക് ഒരു ഇൻട്രാൻസിറ്റീവ് വേർബ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ പോകാം അല്ലെങ്കിൽ ഞാൻ പോകും. ഐ വിൽ ഗോ. അപ്പൊ വിൽ ഗോ ആണ് ഇവിടുത്തെ വേർബ്. ഗോ എന്ന് പറയുന്ന വേർബ് ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ? ആരെ പോകും? ആര് പോകും എന്നല്ല കേട്ടോ, ആരെ പോകും, എന്തിനെ പോകും? ഉത്തരവില്ല. സോ ഗോ ഒരു ഇൻട്രാൻസിറ്റീവ് വേർബ് ആണ്. അപ്പൊ ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു കാര്യം ക്ലിയർ ആയല്ലോ, ഇൻട്രാൻസിറ്റീവ് വേർബ്സിന് ഓബ്ജക്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസസ് വെച്ച് തുടങ്ങുകയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ അവൾ കരഞ്ഞു, അതൊരു സിമ്പിൾ ആയിട്ടുള്ള വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഷീ ക്രൈഡ്. അവിടെ സബ്ജക്റ്റ് ഉണ്ട് ഷീ, കരഞ്ഞു, ക്രൈഡ്, വേർബും ഉണ്ട്. അപ്പോ ഇൻട്രാൻസിറ്റീവ് വേർബ് ആണ് ക്രൈഡ്, അല്ലെ? അതിനൊരു ഓബ്ജക്റ്റ് ഇല്ലാതെ തന്നെ ആ സെന്റൻസ് കംപ്ലീറ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഷീ ക്രൈഡ് എന്ന് പറയുന്നത് ഒരു സെന്റൻസ് ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള സെന്റൻസിന്റെ പാറ്റേൺ ആണ് ഈ കാണുന്നത്. സബ്ജക്റ്റും ഒരു ഇൻട്രാൻസിറ്റീവ് വേർബും കൂടെ വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ഈ ഐ വി എന്ന് എഴുതിയിരിക്കുന്നത് ഇൻട്രാൻസിറ്റീവ് വേർബിന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. ഇനി അങ്ങോട്ട് ഇത് കാണുമ്പോഴും അങ്ങനെ മനസ്സിലാക്കണേ. അതുപോലെ നമ്മൾ മുമ്പ് കണ്ടത് ഞങ്ങൾ നടന്നു, വി വാക്ഡ്, അതും ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു സെന്റൻസ് തന്നെയാണ്. ഞങ്ങൾ സബ്ജക്റ്റ്, നടന്നു അത് ഇൻട്രാൻസിറ്റീവ് വേർബ് ആണ്. അപ്പോൾ ഇപ്പൊ കണ്ട അതേ പാറ്റേണിലാണ് ഈ സെന്റൻസും വരുന്നത്. അടുത്ത നോക്കൂ, ഗ്രാൻഡ് മദർ തുമ്മി. ഗ്രാൻഡ്മ സ്നീസ്ഡ് എന്ന് പറഞ്ഞാൽ മതി, അല്ലെ? അപ്പൊ തുമ്മുക എന്ന് പറയുന്നത് ഇൻട്രാൻസിറ്റീവ് വേർബ് ആണ്. ആരെ തുമ്മി, എന്തിനെ തുമ്മി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരവില്ലല്ലോ, അത് ഇൻട്രാൻസിറ്റീവ് വേർബ് ആണ്. അപ്പൊ അവിടെ ഗ്രാൻഡ്മ അത് സബ്ജക്റ്റ് ആണ്, സ്നീസ്ഡ് എന്ന് പറയുന്നത് വേർബും ആണ്. അതൊരു ഇൻട്രാൻസിറ്റീവ് വേർബ് ആണ്. ഇതാണ് ഒരു പാറ്റേൺ. നമ്മൾ ചിലപ്പോൾ പറയില്ലേ ഫോൺ ബാറ്ററി ചത്തു, നിശ്ചലമായി എന്നൊക്കെ പറയില്ലേ, അതായത് പ്രവർത്തിക്കുന്നില്ല എന്ന്, ബാറ്ററി തീർന്നു എന്ന്, ഡെഡ് ആയി എന്ന്. അപ്പൊ അതെങ്ങനെ പറയും? ദ ഫോൺ ബാറ്ററി ഡൈഡ്. നിങ്ങളിവിടെ ഒന്ന് പറഞ്ഞു നോക്കൂ, ഏതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്? ദ ഫോൺ ബാറ്ററി, അല്ലെ? അതാണ് സബ്ജക്റ്റ്. അപ്പൊ ചിലപ്പോൾ സബ്ജക്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ട് വരാം. ദ ബാറ്ററി എന്ന് മാത്രം എനിക്ക് പറയാമായിരുന്നു, പക്ഷെ ഇവിടെ ഫോണിന്റെ ബാറ്ററിന്ന് എടുത്ത് പറയണം, അതുകൊണ്ട് ദ ഫോൺ ബാറ്ററി എന്ന് പറഞ്ഞു. അത് മുഴുവൻ സബ്ജക്റ്റ് ആണേ. ഇനി എന്താ സംഭവിച്ചത് ഫോൺ ബാറ്ററിക്ക്? ഡൈഡ്. അത് ഈ പറഞ്ഞ ഇൻട്രാൻസിറ്റീവ് വേർബ് ആണ്. അപ്പൊ ഇവിടെയും ഇതൊരു ഷോർട്ട് ആയിട്ടുള്ള സെന്റൻസ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഇതുപോലെ ഈ ഓബ്ജക്റ്റ് ഇല്ലാത്ത തരം വേർബ്സ് ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഷോർട്ട് സെന്റൻസസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഓബ്ജക്റ്റ് ഉള്ള തരം സെന്റൻസസ് എങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ഓബ്ജക്റ്റ് ഉള്ള സെന്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന വേർബ് ട്രാൻസിറ്റീവ് വേർബ് ആയിരിക്കണം, അല്ലെ? കാരണം ട്രാൻസിറ്റീവ് വേർബിന് മാത്രമല്ലേ ഓബ്ജക്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു സെന്റൻസ് ഞാൻ പറയാം. എനിക്ക് ഇഷ്ടമാണ്. ഇംഗ്ലീഷില് ഐ ലൈക്ക്. അവിടെ ഐ ആണ് സബ്ജക്റ്റ്, പിന്നെ ലൈക്ക് എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് വേർബ് ആണ്. ടി വി എന്ന് വെച്ചാൽ ട്രാൻസിറ്റീവ് വേർബ് കേട്ടോ. കാരണം എന്തിനെയാണ് ഇഷ്ടം, ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ഉത്തരം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഞാൻ അവിടെ ആ ഉത്തരം തന്നിട്ടില്ല, അല്ലെ? എന്തിനെയാണ് ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറയാത്തത് കൊണ്ടാണ് നമുക്ക് ഈ സെന്റൻസ് അങ്ങോട്ട് കംപ്ലീറ്റ് ആയതായിട്ട് തോന്നുന്നില്ല. ഐ ലൈക്ക് എന്ന് പറയുമ്പോൾ അതൊരു പൂർണ്ണമായ സെന്റൻസ് അല്ല. അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ ഞാൻ ഓബ്ജക്റ്റ് കൂടെ പറയണം. അപ്പൊ അതാണ് ഞാൻ ഇനി ചേർക്കുന്നത്. ഐ ലൈക്ക് ഐസ്ക്രീം. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. അപ്പോ ആ ലൈക്ക് എന്ന് പറയുന്ന ട്രാൻസിറ്റീവ് വേർബിന്റെ ഓബ്ജക്റ്റ് ആണ് ഐസ്ക്രീം. അപ്പൊ മനസ്സിലായല്ലോ? അപ്പോ ഈ എസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ടി വി എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് വേർബ് ആണ്. ഇനി ഓബ്ജക്റ്റ് എന്നാണ് ഓ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടെ ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാണ്, ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണിത്.
അപ്പൊ നിങ്ങൾ ഓർക്കും എന്തിനാണ് ഈ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞതെന്ന്. കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് കൂടെ കാണും. അപ്പൊ ഞാൻ ആ വ്യത്യാസം മനസ്സിലാക്കി തരാം. ഇപ്പൊ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് എന്തിനെയാണ് ഇഷ്ടം? ഐസ്ക്രീമിനെയാണ് ഇഷ്ടം. നേരിട്ട് ആ ഐസ്ക്രീമുമായിട്ടാണ് ആ ലൈക്ക് എന്ന് പറയുന്ന ആ ഒരു വേർബിന് ബന്ധമുള്ളത് അല്ലെ? അത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മൾ ഇപ്പൊ കാണുന്ന ഈ സെന്റൻസ് പാറ്റേൺ. മനസ്സിലായല്ലോ? സബ്ജക്ട്, വേർബ്, ഒബ്ജക്റ്റ്. അതായത് ഗ്രാമറിലേക്ക് അത്ര ഡീപ്പായിട്ട് പോകാൻ ഇഷ്ടമില്ലാത്തവർക്കാണ് ഞാൻ അങ്ങനെ പറയുന്നത്. സബ്ജക്ട്, വേർബ്, ഒബ്ജക്റ്റ്. നമ്മൾ നേരത്തെ കണ്ട പാറ്റേൺ സബ്ജക്റ്റും വേർബും മാത്രമായിരുന്നു. ഇപ്പൊ നമ്മളിവിടെ ഒബ്ജക്റ്റ് കൂടെ ചേർത്തു. ഇത്ര മനസ്സിലായല്ലോ? ഇനി അടുത്ത എക്സാമ്പിൾ. അവൾ പഠിപ്പിക്കുന്നു. ഷീ ടീച്ചസ്. ഷീ ആണ് സബ്ജക്ട്, ടീച്ചസ് ആണ് വേർബ്. അത് ട്രാൻസിറ്റീവ് വേർബ് ആണല്ലോ. പക്ഷെ അവൾ ആരെ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്തിനെ പഠിപ്പിക്കുന്നു എന്നുള്ളതിന് ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി ഞാൻ അതുകൂടെ ചേർക്കുകയാണ്. ഷീ ടീച്ചസ് ഇംഗ്ലീഷ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ട്രാൻസിറ്റീവ് വേർബിന്റെ ഒബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്. മനസ്സിലായോ? അപ്പൊ ഈ പാറ്റേൺ ആണ് നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഞാൻ ഒരു ബാഗ് വാങ്ങി. ഇംഗ്ലീഷില് ഐ ബോട്ട് എ ബാഗ്. വാങ്ങുക എന്നുള്ളതിന് ബൈ എന്ന് പറയും. അതിന്റെ പാസ്റ്റ് ടെൻസ് വാങ്ങി ആണ് ബോട്ട്, V2 ഫോം. ഐ ബോട്ട് എ ബാഗ്. അപ്പൊ കണ്ടല്ലോ, ഐ സബ്ജക്ട്, ബോട്ട് എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് വേർബ്. എന്താ വാങ്ങിയേ? എ ബാഗ്. അതാണ് ഇവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അതായത് ഞാൻ വാങ്ങിയത് ഈ ബാഗിനെയാണ്, അല്ലെങ്കിൽ ബാഗ് ആണ് വാങ്ങപ്പെട്ടത്. അതാണ് നമ്മളിവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ പാറ്റേൺ? ഐ ബോട്ട് എ ബാഗ്. സബ്ജക്ട്, വേർബ്, ഒബ്ജക്റ്റ്. അയാൾ ഒരു പുസ്തകം വായിക്കുകയാണ്. ഹി ഈസ് റീഡിങ് എ ബുക്ക്. ഹി സബ്ജക്ട്, ഇസ് റീഡിങ് എന്നുള്ളതാണ് വേർബ്. എന്താ വായിക്കുന്നേ? എ ബുക്ക്. അതാണ് ഇവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടെ കണ്ടല്ലോ, ഇസ് റീഡിങ് എന്നാണ് വേർബ് വന്നത്. അപ്പൊ ഈ വേർബ് പല ടെൻസസിൽ വരാം. ഇവിടെ വന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ അതാണ് വേർബ്. ഹി ഇസ് റീഡിങ് എ ബുക്ക്. പാറ്റേൺ ഒരേ പാറ്റേൺ ആണ്. സബ്ജക്ട്, വേർബ്, ഒബ്ജക്റ്റ്. ഞങ്ങൾ കാറ് വിറ്റിരിക്കുന്നു. വി ഹാവ് സോൾഡ് ദ കാർ. ഞങ്ങൾ കാറ് വിറ്റു എന്നല്ല, വിറ്റിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ ഹാവ് സോൾഡ് എന്ന് പറഞ്ഞത്. വി സബ്ജക്ട്, ഹാവ് സോൾഡ് ആണ് വേർബ്. എന്തിനെയാ വിറ്റതെന്ന് പറഞ്ഞത്? കാറിനെ. ദ കാർ ആണ് ഒബ്ജക്ട്, ഡയറക്റ്റ് ഒബ്ജക്ട്. മനസ്സിലായോ ഈ പാറ്റേൺ? അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് കണ്ട രണ്ടാമത്തെ പാറ്റേൺ കേട്ടോ, സെന്റൻസിന്റെ. ഇത് നോക്കൂ. അവരെന്നെ അത്ഭുതപ്പെടുത്തി എന്നാണ് എനിക്ക് പറയേണ്ടത്. എന്ത് പറയും? ദേ സർപ്രൈസ്ഡ് മീ. അപ്പോ ദേ ആണ് സബ്ജക്ട്, സർപ്രൈസ്ഡ് എന്നുള്ളതാണ് വേർബ്. ആരെയാ സർപ്രൈസ് ചെയ്ത് അത്ഭുതപ്പെടുത്തിയ, ആശ്ചര്യപ്പെടുത്തിയത്? എന്നെ. മീ ആണ് ഇവിടുത്തെ ഒബ്ജക്ട്. ക്ലിയർ ആയോ? പല തരത്തിലാണ് നമ്മൾ ഈ സെന്റൻസസ് ഇവിടെ കണ്ടത്. ഇവിടെ മീ ആണ് അവസാനം ഒബ്ജക്റ്റ് ആയിട്ട് വന്നത്. ഒരു പ്രോനൗൺ ആണ്. മീ എന്ന് പറയുമ്പോൾ അതൊരു പ്രോനൗൺ ആണ് അല്ലെ? ഒരു പ്രോനൗണും ഇങ്ങനെ ഒബ്ജക്റ്റ് ആയിട്ട് വരാം. ഇനി നമ്മൾ മൂന്നാമത്തെ സെന്റൻസ് പാറ്റേൺ ആണ് കാണാൻ പോകുന്നത്. അപ്പൊ ഞാൻ മലയാളത്തിൽ പറയാണ്. അയാൾ നായയ്ക്ക് പേരിട്ടു. ഇംഗ്ലീഷില് ഹി നെയിംഡ് ദ ഡോഗ്. ഹി സബ്ജക്ട്, നെയിംഡ് ആണ് ട്രാൻസിറ്റീവ് വേർബ്, ദ ഡോഗ് ആണ് ഒബ്ജക്റ്റ്. പക്ഷെ ഇവിടെ ഞാൻ ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പോവാണ്. അയാള് നായയ്ക്ക് എന്ത് പേരിട്ടു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ ഹി നെയിംഡ് ദ ഡോഗ് മാക്സ് എന്നാ ഞാൻ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ മാക്സ് എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായോ? ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ദ ഡോഗ്, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ചതാണ് ഈ മാക്സ് എന്ന് പറയുന്ന വാക്ക് അല്ലെ? ഡോഗിന്റെ പേരാണ് മാക്സ്. അപ്പൊ അവിടെ എനിക്ക് ഈ മാക്സ് എന്ന് പറയുന്ന വാക്കിനെ ഓബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറയാം. എന്താണ് ഈ ഓബ്ജക്റ്റ് കോംപ്ലിമെന്റ്? ഓബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തരുന്ന ഒരു വാക്ക്, ഓബ്ജക്റ്റിനെ കൂടുതൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വാക്കാണ് ഓബ്ജക്റ്റ് കോംപ്ലിമെന്റ്. ഇവിടെ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരെങ്കിലും കുറിച്ച് നല്ല രീതിയിൽ പറയുന്നതിന് കോംപ്ലിമെന്റ്സ് കൊടുക്കുക എന്ന് പറയില്ലേ, ആ കോംപ്ലിമെന്റ് അല്ല. സ്പെല്ലിംഗ് കണ്ടോ ഇവിടെ? COMPLI അല്ല, PLEMENT എന്നാണ് പറഞ്ഞത്. അതായത് എന്തിനെയെങ്കിലും പൂർണ്ണമാക്കുന്ന, കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വാക്കിനെയാണ് ഇവിടെ നമ്മൾ കോംപ്ലിമെന്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഈ ഒരു സെന്റൻസ് പാറ്റേൺ എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായോ? സബ്ജക്ട്, ട്രാൻസിറ്റീവ് വേർബ്, ഒബ്ജക്റ്റ്, അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്. ഇതുപോലെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കാണാം. എനിക്ക് ചായ ഇഷ്ടമാണെന്നുള്ളതിന് ഐ ലൈക്ക് ടീ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. എനിക്ക് ചായ ചൂടായിട്ടാണ് ഇഷ്ടം. അപ്പൊ അവിടെ ഞാൻ പറയാ ഐ ലൈക്ക് ദ ടീ ഹോട്ട് എന്നാണ്. അവിടെയും എങ്ങനെയാണ് വേർഡ്സിന്റെ ഓർഡർ എന്ന് മനസ്സിലായോ? ഐ സബ്ജക്ട്,
ലൈക്ക് ട്രാൻസിറ്റീവ് വേർബ്. എനിക്ക് എന്തിനെ ഇഷ്ടം? ടീ. അപ്പോ ദ ടീ എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇനി ടീ എങ്ങനെയായിരിക്കുന്നതാണ് എനിക്കിഷ്ടം? ഹോട്ട് ആയിരിക്കുന്നത്, ചൂടായിരിക്കുന്നത്. അപ്പൊ ആ ഹോട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ്. അപ്പൊ മനസ്സിലായല്ലോ? ഇതാണ് നമ്മൾ ഇന്ന് കാണുന്ന മൂന്നാമത്തെ സെന്റൻസിന്റെ പാറ്റേൺ. അപ്പൊ വേർഡ്സിന്റെ ഓർഡർ നിങ്ങൾ മനസ്സിലായിക്കോളൂ. സബ്ജക്ട്, വേർബ്, ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്. അടുത്തത്, ഞങ്ങൾ നിങ്ങളെ ഒരു സ്റ്റാർ ആക്കി. വി മെയ്ഡ് യു എ സ്റ്റാർ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഓർഡർ എന്ന് നോക്കൂ. വി സബ്ജക്ട്, മെയ്ഡ് അങ്ങനെ ആക്കി മാറ്റി, ആക്കി എന്നാണ് പറയുന്നത്. മെയ്ഡ് നിങ്ങളെ, വി മെയ്ഡ് യു. യു ആണ് ഇവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. നിങ്ങളെ എന്താക്കിയാ മാറ്റിയേ? ഒരു സ്റ്റാർ ആക്കി മാറ്റി. അപ്പൊ യു എന്ന് പറയുന്നതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാണ് ഈ സ്റ്റാർ എന്ന് പറയുന്ന വാക്ക്. അതാണ് കോംപ്ലിമെന്റ്. മനസ്സിലായോ? അപ്പൊ വി മെയ്ഡ് യു എ സ്റ്റാർ. നമ്മളല്ല സ്റ്റാർ, ഈ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ നിങ്ങൾ, നിങ്ങളാണ് സ്റ്റാർ ആയി മാറിയത്. നിങ്ങളാണ് സ്റ്റാർ. അപ്പൊ സ്റ്റാർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ് എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇത് നോക്കൂ, ഞാൻ നിന്നെ ടോം എന്ന് വിളിക്കും അല്ലെങ്കിൽ ടോം എന്ന് വിളിക്കാം. ഐ വിൽ കോൾ യു ടോം. അപ്പൊ വേർഡ്സിന്റെ ഓർഡർ മനസ്സിലായോ? സബ്ജക്റ്റ് ആണ് ഐ, വേർബ് എന്താണ്? വിൽ കോൾ, വിളിക്കും. വിൽ കോൾ, ഐ വിൽ കോൾ. ആരെ? നിങ്ങളെ. യു ആണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇനി നിങ്ങളെ എന്താ വിളിക്കാൻ പോകുന്നേ? ടോം എന്ന്. ടോം ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്. ഐ വിൽ കോൾ യു ടോം. ആ സെന്റൻസ് എങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തതെന്ന് മനസ്സിലായോ? അപ്പൊ പാറ്റേൺ ഓർത്ത് വെച്ചോളൂ കേട്ടോ. സബ്ജക്ട്, വേർബ്, ഒബ്ജക്റ്റ്, പിന്നെ ഒബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന കോംപ്ലിമെന്റ്. ഇനി എനിക്ക് പറയണം, ഞാൻ ഭിത്തിക്ക് പച്ച നിറത്തിലെ പെയിന്റ് അടിച്ചു. പച്ച നിറത്തിലെ ചായം അടിച്ചു. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ പെയിന്റഡ് ദ വാൾ ഗ്രീൻ. മനസ്സിലായോ? അപ്പൊ ഐ സബ്ജക്ട്, പെയിന്റഡ് എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് വേർബ്. എന്തിനെയാണ് പെയിന്റ് ചെയ്തത്? വാൾ. അപ്പൊ അതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. പിന്നെ എന്ത് നിറത്തിലാണ് പെയിന്റ് ചെയ്തതെന്നാണ് ഇനി ഞാൻ പറയുന്നത്, അല്ലെ? അപ്പൊ ആ ഒബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ പറയാണ്. അതാണ് ഗ്രീൻ. അതിവിടെ കോംപ്ലിമെന്റ് ആണ്. നമ്മൾ ഇതുവരെ കണ്ട സെന്റൻസ് പാറ്റേൺസ് എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ആദ്യം കണ്ടത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയിരുന്നു, അല്ലെ? സബ്ജക്റ്റും വേർബും മാത്രം. ആ വേർബ് പക്ഷെ ഇൻട്രാൻസിറ്റീവ് വേർബ് ആയിരുന്നു. അത് കഴിഞ്ഞ് സബ്ജക്ട്, ട്രാൻസിറ്റീവ് വേർബ്, ഒബ്ജക്റ്റ്. തൊട്ട് മുൻപ് നമ്മൾ കണ്ട മൂന്നാമത്തെ പാറ്റേൺ എന്തായിരുന്നു? സബ്ജക്ട്, ട്രാൻസിറ്റീവ് വേർബ്, ഒബ്ജക്റ്റ്, പിന്നെ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്. ഇത്രയും ഓർമ്മയുണ്ടല്ലോ. ഇനി നമ്മൾ നാലാമത്തെ സെന്റൻസ് പാറ്റേൺ ആണ് കാണാൻ പോകുന്നത്. അപ്പൊ ഇത് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു പാറ്റേൺ തന്നെയാണ്. കാരണം പല കാര്യങ്ങളും ഇംഗ്ലീഷിൽ വളരെ നാച്ചുറൽ ആയിട്ട് പറയാൻ ഈ ഒരു പാറ്റേൺ നിങ്ങളെ സഹായിക്കും. ഇപ്പൊ എനിക്ക് പറയണം, അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഷീ ടീച്ചസ് ഇംഗ്ലീഷ്, അല്ലെ? ഷീ ആണ് സബ്ജക്ട്. അവൾ എന്താ ചെയ്യുന്നത്? ടീച്ചസ്. അതാണ് ട്രാൻസിറ്റീവ് വേർബ്. അവൾ എന്തിനെയാണ് പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷിനെ, അല്ലെ? ഇംഗ്ലീഷ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പൊ മലയാളത്തിൽ നമ്മൾ ഇംഗ്ലീഷിനെ എന്ന് പറയില്ലെങ്കിലും അതാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡസ് ഷീ ടീച്ച്? ഷീ ടീച്ചസ് ഇംഗ്ലീഷ്. അപ്പൊ ഇംഗ്ലീഷ് ആണ് ഇവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, അവൾ ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഞങ്ങളെ കൂടെ വന്നു. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാന്നറിയാമോ? ഷീ ടീച്ചസ് അസ് ഇംഗ്ലീഷ്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. കാരണം ഷീ ടീച്ചസ്, ഓക്കെ, ഷീ ആണ് സബ്ജക്ട്, ടീച്ചേഴ്സ് ആണ് വേർബ്, അസും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. ഇതിൽ ഏതാണ് ഓബ്ജക്റ്റ് എന്ന് നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം. ഇത് രണ്ടും ഓബ്ജക്റ്റ് തന്നെയാണ്. പക്ഷെ വ്യത്യാസം, ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഓബ്ജക്റ്റും അസ് എന്നത് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും ആണ്. കാരണം അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, അതിന്റെ ഗുണം കിട്ടുന്നത് നമുക്കാണ്, അല്ലെ? ആ അസ് എന്നതാണ് അവിടെ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സെന്റൻസസ് നോക്കാം. അപ്പൊ അത് കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് കിട്ടും. ഇപ്പൊ എനിക്ക് പറയണം, റിയ എനിക്ക് വേണ്ടി ഒരു സാരി വാങ്ങി. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? റിയ ബോട്ട് എ സാരി ഫോർ മീ. മനസ്സിലായോ? റിയ ബോട്ട് എ സാരി ഫോർ മീ. എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ റിയ ആണ് സബ്ജക്ട്, ബോട്ട് ആണ് വേർബ്, സാരി ആണ് ഓബ്ജക്റ്റ്. ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി. ആ മീ എന്ന് പറയുന്നതാണ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. ആ വാങ്ങിയതിന്റെ ഗുണം കിട്ടിയത് എനിക്കാണ്. അതാണ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയിട്ട് വന്നത്. പക്ഷെ ഇവിടെ ഇത് പറഞ്ഞത് എങ്ങനെയാണ്?
റിയ ബോട്ട് എ സാരി ഫോർ മീ എന്ന് പറഞ്ഞു. ആ ഫോർ എന്നുള്ളൊരു പ്രപ്പോസിഷൻ ആണ്, അതുകൂടെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ മീ ചേർത്തത്. എനിക്ക് വേണ്ടി എന്ന് പറയാൻ, ഫോർ മീ. പക്ഷെ ഇതേ കാര്യം നമുക്ക് ആ പ്രപ്പോസിഷൻ ഇല്ലാതെ പറയാം. അപ്പൊ നമ്മൾ എന്താ പറയാന്നറിയാമോ? റിയ ബോട്ട് മീ എ സാരി. അപ്പൊ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് തോന്നും റിയ ബോട്ട് മീ, റിയ എന്നെ വാങ്ങിയെന്നോ എന്ന്. അങ്ങനെയല്ല. ഈ ഒരു നേരത്തെ നമ്മൾ ആദ്യം കണ്ട കാര്യം തന്നെയാണ് നമ്മൾ കുറച്ചുകൂടി ഷോർട്ട് ആക്കി പറയുന്നത്. റിയ ബോട്ട് മീ എ സാരി, അതായത് ബോട്ട് എനിക്ക് വേണ്ടി എന്നുള്ള ആ മീ ആണ് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെ ഇങ്ങനെ പറയുമ്പോ ആ പ്രപ്പോസിഷന്റെ ആവശ്യമില്ല. റിയ ബോട്ട് ഫോർ മീ എ സാരി എന്ന് പറയരുത്, റിയ ബോട്ട് മീ എ സാരി. മനസ്സിലായോ? അപ്പൊ അവിടെയും റിയ സബ്ജക്ട്, ബോട്ട് വേർബ്, അത് കഴിഞ്ഞ് മീ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഓബ്ജക്ട്, അത് കഴിഞ്ഞാണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയ സാരി വന്നത്. ഇപ്പൊ അത് ക്ലിയർ ആയല്ലോ? അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഞാൻ നിനക്ക് പണം തരാം എന്നാണ് എനിക്ക് പറയേണ്ടത്. അപ്പൊ വേണമെങ്കിൽ ഐ വിൽ ഗിവ് ദ മണി ടു യു എന്നൊക്കെ പറയാം. പക്ഷെ അങ്ങനെ നമ്മൾ പറയില്ലല്ലോ. നമ്മൾ എന്താ എളുപ്പത്തിൽ പറയാ? ഐ വിൽ ഗിവ് യു ദ മണി. അപ്പൊ ഞാൻ നിനക്ക് പണം തരാം, ഞാൻ നിനക്ക് തരാം. എന്ത് തരാം? പണം. അപ്പൊ ആ മണി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ആ പണം കിട്ടുന്നത് ആർക്കാണ്? എനിക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക്, അല്ലെ? അപ്പൊ ആ നിങ്ങൾ, യു ആണ് ഇവിടെ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയിട്ട് വന്നത്. പിന്നെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നേ? ഐ വിൽ ഗിവ് യു ദ മണി. ഐ സബ്ജക്ട്, വിൽ ഗിവ് എന്നത് വേർബ്, യു ആണ് ഇൻഡയറക്റ്റ് ഓബ്ജക്ട് ആൻഡ് ദ മണി ആണ് ഡയറക്റ്റ് ഓബ്ജക്ട്. അപ്പൊ ഇവിടെ സെന്റൻസ് പാറ്റേൺ എന്താന്ന് മനസ്സിലായോ? സബ്ജക്ട്, വേർബ്, ഇൻഡയറക്റ്റ് ഓബ്ജക്ട്, പിന്നെ ഡയറക്റ്റ് ഓബ്ജക്ട്. ഞങ്ങൾ അവനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താ പറയാ? വി ആസ്ക്ഡ് ഹിം എ ക്വസ്റ്റ്യൻ. വി സബ്ജക്ട്, എന്താ ചെയ്തേ? ചോദിച്ചു. ആസ്ക്ഡ്, അതാണ് വേർബ്. ആരോട് ചോദിച്ചു? അവനോട്. അത് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണ്. അവനോട് എന്താ ചോദിച്ചേ? ചോദ്യം. അതാണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. മനസ്സിലായോ? അപ്പൊ ചോദ്യം ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ആരോടാണ് ചോദിച്ചത്? ആ ചോദ്യം ഫേസ് ചെയ്യേണ്ടി വന്നത് ആരാണ്? അയാൾ. ആ ഹിം ആണ് ഇവിടെ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയി വരുന്നത്. അപ്പൊ പാറ്റേൺ മനസ്സിലായല്ലോ? സബ്ജക്ട്, വേർബ്, ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്, പിന്നെ ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഞാൻ അയാൾക്ക് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. ഐ ഹാവ് സെൻഡ് ഹിം ആൻ ഇമെയിൽ. ഇവിടെയും പാറ്റേൺ അത് തന്നെയാണ്. ഐ സബ്ജക്ട്, ഹാവ് സെൻഡ് ആണ് വേർബ്. ആർക്ക്? അയാൾക്ക്. അത് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണ്, ഹിം എന്നത്. അയാൾക്ക് എന്താ അയച്ചേ? അൻ ഇമെയിൽ. അതാണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഇനി അയാൾ അയാളുടെ കാർ ജോണിന് വിറ്റു. ഇതാണ് നമുക്ക് പറയേണ്ടത് കേട്ടോ. നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒന്ന് ഓർത്ത് നോക്കൂ. അയാൾ അയാളുടെ കാർ വിറ്റു എന്നെങ്ങനെ പറയും? ഹി സോൾഡ് ഹിസ് കാർ, അല്ലെ? അയാൾ എന്താണ് വിറ്റത്? അയാളുടെ കാർ. അപ്പൊ ഹിസ് കാർ എന്നതാണ് ശരിക്കും ഓബ്ജക്റ്റ്. പക്ഷെ ഇവിടെ ആ കാർ കിട്ടിയത് ആർക്കാണ്? ആ കാറ് വിറ്റപ്പോ അത് വാങ്ങിയത് ആരാണ്? ജോൺ ആണ്. അതാണ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ പാറ്റേണിൽ പറയണ്ടേ? എന്ത് പറയും? ഹി സോൾഡ് ജോൺ ഹിസ് കാർ. അപ്പൊ ഇത് പെട്ടെന്ന് കാണുമ്പോ ഹി സോൾഡ് ജോൺ, അയാൾ ജോണിനെ വിറ്റോ എന്ന് വിചാരിക്കരുത്. അയാൾ കാറ് ജോണിന് വിറ്റു എന്ന് പറയാനാണ് ഇങ്ങനെ പറയുന്നത്. ഹി സോൾഡ് ജോൺ ഹിസ് കാർ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് എന്നും ആവശ്യം വരുന്ന ഒരു സെന്റൻസ് പാറ്റേൺ ആണ്. അതായത് നമ്മൾ ഇങ്ങനെയുള്ള സെന്റൻസസ് ഒരു ദിവസം പലതവണ പറയാറുണ്ട്. അപ്പൊ ഇത് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു പാറ്റേൺ ആണ്. അപ്പൊ എനിക്ക് മലയാളത്തിൽ പറയണം, മിനി ഒരു ലോയർ ആണ്, മിനി ഒരു അഭിഭാഷകയാണെന്ന്. അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? മിനി ഇസ് എ ലോയർ എന്ന് പറയും, അല്ലെ? അപ്പൊ ഇവിടെ മിനി ആണ് സബ്ജക്റ്റ്. വേർബ് എന്താണ്? ഇസ് എന്നതാണ് വേർബ്. അപ്പൊ ഈ ഇസ് എന്ന വേർബിനെ ഞാനൊരു പ്രത്യേക പേരിട്ട് വിളിക്കുകയാണ്, ലിങ്കിങ് വേർബ് എന്ന് ഞാൻ പറയാണ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് LV എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ മിനി സബ്ജക്ട്, ഇസ് എന്ന് പറയുന്നത് ലിങ്കിങ് വേർബ്. എന്താണ് ഈ ലിങ്കിങ് വേർബ് എന്ന് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മിനി ഒരു അഭിഭാഷകയാണ്, മിനി ഒരു ലോയർ ആണ് എന്നാണ്. അപ്പൊ ഈ മിനിയും ലോയറും രണ്ടും ഒരാൾ തന്നെയാണല്ലോ. ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച വേർബാണ് ഇസ്. മിനി ഈ പറഞ്ഞ ലോയർ ആണ്, ഒരേ ആള് തന്നെയാണ് ഇത് രണ്ടും, അല്ലെ? അപ്പൊ ഇസ് എന്ന് പറയുന്നത് ലിങ്കിങ് വേർബ് ആണ്. ഈ ലിങ്കിങ് വേർബിന് പകരം വേറെയും പേരുകൾ നമ്മൾ വിളിക്കാറുണ്ട്. കോപ്പുലർ എന്ന് പറയും, കോപ്പുലർ വേർബ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ ഇസ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ ഇസ് ഈ ബി എന്ന് പറയുന്ന വേർബാണ്. ബിക്ക് പല ഫോംസ് ഉണ്ടല്ലോ, ഇസ്, ആർ, അതുപോലെ വാസ്, വർ ഒക്കെ വരില്ലേ? ഇതെല്ലാം ബി തന്നെയാണ്.
അപ്പോൾ ലിങ്കിങ് വേർബ്സ് എന്ന് പറയുന്നതിന് ചില എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കാണിക്കാം. ഒന്ന് ഈ ബി തന്നെയാണ്, ഇപ്പൊ നമ്മൾ കണ്ട ഇസ്. പിന്നെ ബിക്കം, അത് വേറൊരു ലിങ്കിങ് വേർബാണ്. അതുപോലെ സീം, എപ്പിയർ, ഫീൽ. പിന്നെ ഈ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാക്കുകൾ, ഇപ്പോൾ സ്മെൽ, സൗണ്ട്, ടേസ്റ്റ്, ഇതെല്ലാം. അതുപോലെ ഗ്രോ, ടേൺ, ഇതെല്ലാം ലിങ്കിങ് വേർബ്സ് ആണ്. ഇങ്ങനെ വേറെയും കുറച്ച് ലിങ്കിങ് വേർബ്സ് ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വേർബ്സ് ആയിരിക്കും ഈ പാറ്റേണിൽ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ മിനി എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ഇസ് ആണ് ലിങ്കിങ് വേർബ്. അപ്പൊ ലോയറിന് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? അത് മിനിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ തരുന്ന ഒരു വാക്കാണ് അല്ലെ. അങ്ങനെയുള്ള വാക്കിനെ നമ്മൾ നേരത്തെ കണ്ടല്ലോ, കോംപ്ലിമെന്റ് എന്നാണ് പറയുക. പക്ഷെ ഇവിടെ ഇത് പറയുന്നത് മിനിയെ കുറിച്ചാണ്, മിനി സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇതിന് നമുക്ക് സബ്ജക്ട് കോംപ്ലിമെന്റ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ മിനി സബ്ജക്ട്, ലോയർ എന്ന് പറയുന്നത് സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ പറയുന്ന ഒരു വാക്ക്, സബ്ജക്ട് കോംപ്ലിമെന്റ്. അതിനിടയ്ക്ക് അവരെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന വേർബാണ് ഇസ്. ഇപ്പൊ ആ പാറ്റേൺ മനസ്സിലായല്ലോ? സബ്ജക്ട്, വേർബ്, അതായത് ലിങ്കിങ് വേർബ്, പിന്നെ സബ്ജക്ട് കോംപ്ലിമെന്റ്. അപ്പൊ ഇവിടെ സബ്ജക്ട് കോംപ്ലിമെന്റ് ആയിട്ട് വന്നത് നൗൺ ആണ്. ലോയർ, അഭിഭാഷക എന്ന് പറയുന്നത് ഒരു നൗൺ ആണല്ലോ അല്ലെ, ഒരു ജോലിയുടെ പേരാണ് അല്ലെ. അപ്പൊ അതൊരു നൗൺ ആയിട്ടാണ് വന്നത്. നമുക്ക് ഇങ്ങനെയുള്ള കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. അവൾ എന്റെ സുഹൃത്താണ്. ഷീ ഇസ് മൈ ഫ്രണ്ട്. ഷീ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്ട്. അവൾ, ഇതൊരു പ്രൊനൗൺ ആണ്. ഷീ, പേരൊന്നും കൊടുത്തിട്ടില്ല, ഷീ എന്നല്ലേ പറഞ്ഞത്, പ്രൊനൗൺ ആണ്. അതാണ് ഇവിടുത്തെ സബ്ജക്ട്. ഷീ ഇസ് ആണ് ലിങ്കിങ് വേർബ്. അപ്പൊ അവൾ ആരാണ്? എന്റെ സുഹൃത്താണ്. മൈ ഫ്രണ്ട് ആണ് ഇവിടുത്തെ സബ്ജക്ട് കോംപ്ലിമെന്റ്. അതും ഒരു നൗൺ ആണ്, ശരിയല്ലേ? ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അതൊരു നൗൺ ആണല്ലോ. അപ്പൊ ഇവിടെ വന്ന പാറ്റേൺ കണ്ടോ? സബ്ജക്ട്, ലിങ്കിങ് വേർബ്, സബ്ജക്ട് കോംപ്ലിമെന്റ്. അവർ വിദ്യാർത്ഥികളാണ്. ദേ ആർ സ്റ്റുഡൻസ്. ദേ ആണ് ഇവിടുത്തെ സബ്ജക്ട്, അതൊരു പ്രൊനൗൺ ആണ്, അവർ. ഇനി ആർ എന്ന് പറഞ്ഞത് ലിങ്കിങ് വേർബ് ആണ്. ഇവിടെ ഇസ് അല്ല, ആറ് വന്നു. കാരണം ദേ അല്ലേ, ദേ ഇസ് എന്ന് പറയില്ലല്ലോ. അപ്പൊ ആ ബിയുടെ ഫോം ആണ് ഇവിടെ മാറി വന്നത്. ദേ ആയതുകൊണ്ട് ആർ എന്നുള്ള ഫോം എടുത്തു, അത് ലിങ്കിങ് വേർബ് ആണ്. അത് കഴിഞ്ഞ് സ്റ്റുഡൻസ്, അവർ ആരാണ്? അവർ എന്ന് തന്നെ പറയുന്നതാണ് ഈ സ്റ്റുഡൻസും അല്ലെ, രണ്ടും ഒന്ന് തന്നെയാണ്. സ്റ്റുഡൻസ് ആണ് ഇവിടുത്തെ സബ്ജക്ട് കോംപ്ലിമെന്റ്. അതിനിടയ്ക്ക് ഇത് രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ലിങ്കിങ് വേർബ് ആണ് ആർ. മറ്റൊന്ന്, ആ മനുഷ്യൻ ഒരു മോഷ്ടാവായിരുന്നു. ദ മാൻ വാസ് എ തീഫ്. നമ്മൾ ഏതോ ഒരു പ്രത്യേക മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ടാണ് ദ മാൻ ഞാൻ പറഞ്ഞത്. ദ മാൻ വാസ് എ തീഫ്. അപ്പൊ ദ മാൻ ആണ് സബ്ജക്ട്. ആയിരുന്നു എന്നാണ് എനിക്കിവിടെ പറയേണ്ടത്. അപ്പൊ ബിയുടെ ഫോം മാറി വാസ് ആയി. മാൻ ഒരാളായതുകൊണ്ട് വാസ്. ദ മാൻ വാസ് ലിങ്കിങ് വേർബ് ആണ്. അപ്പൊ ഈ മനുഷ്യൻ ആരാണ്? ഒരു മോഷ്ടാവാണ്, തീഫ്. അപ്പൊ തീഫ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ലിങ്ക് സബ്ജക്ട് കോംപ്ലിമെന്റ്. മനസ്സിലായോ? അതും ഒരു നൗൺ ആണ്. അപ്പൊ സബ്ജക്ട്, ലിങ്കിങ് വേർബ്, സബ്ജക്ട് കോംപ്ലിമെന്റ്. ദ മാൻ വാസ് എ തീഫ്. പക്ഷെ ചിലപ്പോ സബ്ജക്ട് കോംപ്ലിമെന്റ് ആഡ്ജക്റ്റീവ് ആയും വരാം. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. എനിക്ക് പറയണം, ഞങ്ങൾ ഹാപ്പി ആണ്, ഞങ്ങൾ സന്തുഷ്ടരാണ്. എന്ത് പറയും? വി ആർ ഹാപ്പി. അപ്പൊ വി ആണ് സബ്ജക്ട്, ആർ ലിങ്കിങ് വേർബ്. അത് കഴിഞ്ഞ് പറഞ്ഞത് എന്താണ്? ഒരു നൗൺ അല്ല, ഹാപ്പി എന്ന് പറയുന്നത് ഒരു ആഡ്ജക്റ്റീവ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഏത് അവസ്ഥയിലാണ് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഹാപ്പി ആണ് എന്ന്, നമ്മൾ സന്തുഷ്ടരായ അവസ്ഥയിലാണ്. വി ആർ ഹാപ്പി. അപ്പൊ ഇവിടെ ഈ ഹാപ്പി എന്ന് പറയുന്നത് ഒരു സബ്ജക്ട് കോംപ്ലിമെന്റ് ആണ്, പക്ഷെ അതൊരു ആഡ്ജക്റ്റീവ് ആണ്. നേരത്തെ കണ്ടതെല്ലാം സബ്ജക്ട് കോംപ്ലിമെന്റ് നൗൺ ആയിട്ട് വരുന്നതായിരുന്നു അല്ലെ. ഇപ്പൊ വി ആർ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് സബ്ജക്ട് കോംപ്ലിമെന്റ് നൗൺ, പക്ഷെ വി ആർ ഹാപ്പി എന്ന് പറയുമ്പോൾ അതൊരു ആഡ്ജക്റ്റീവ് ആയിട്ട് വന്നു. മനസ്സിലായല്ലോ? സാറ ബുദ്ധിമതിയാണ്. സാറ ഇസ് ഇന്റലിജന്റ്. സാറ സബ്ജക്ട്, ഇസ് ലിങ്കിങ് വേർബ്. ഇന്റലിജന്റ് എന്ന് പറയുന്നത് ഒരു സബ്ജക്ട് കോംപ്ലിമെന്റ്, പക്ഷെ അത് ആഡ്ജക്റ്റീവ്. ഇനി അടുത്തത്, അവര് സ്കേഡായി, അതായത് പേടിച്ചരണ്ടവരായി കാണപ്പെടുന്നു. എന്ത് പറയും? ദേ ലുക്ക് സ്കേഡ്. അവരെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. അതുകൊണ്ടാണ് ഞാനിവിടെ ലുക്ക് എന്ന വേർബ് യൂസ് ചെയ്തത്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഈ ലുക്കും ഒരു ലിങ്കിങ് വേർബ് ആയിട്ട് വരും. ബി മാത്രമല്ല, ബി, ബിക്കം, ലുക്ക്, സീം, ഇതെല്ലാം ലിങ്കിങ് വേർബ്സ് ആണ്. അപ്പൊ ദേ സബ്ജക്ട്, ലുക്ക് ലിങ്കിങ് വേർബ്. എങ്ങനെയാണ് അവർ, ഏത് രീതിയിലാണ്, ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത്? പേടിച്ചരണ്ടവരായി, സ്കേർഡ്. അപ്പൊ സ്കേർഡ് എന്ന് പറയുന്നത് ഇവിടെ സബ്ജക്ട് കോംപ്ലിമെന്റ് ആണ്, പക്ഷെ ആഡ്ജക്റ്റീവ് ആണ്. ഒരെണ്ണം കൂടെ, അവളുടെ മുഖം പെയിൽ ആയി മാറി.
മലയാളത്തിൽ നമ്മൾ പറയും അവളുടെ മുഖം വിളറി എന്ന്. പക്ഷെ ഇംഗ്ലീഷിൽ അത് പെയിലായി മാറി എന്ന് പറയണം. അപ്പൊ എന്ത് പറയും? ഹെർ ഫേസ് ടേൺഡ് പെയിൽ. മനസ്സിലായോ? അപ്പൊ ഹെർ ഫേസ് ആണ് സബ്ജക്ട്, അത് പെയിൽ ആയി. രണ്ടും ഒന്ന് തന്നെയാണ്. അവളുടെ ഫേസ് പെയിൽ ആണ്. ആ പെയിലും ഹെർ ഫേസും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന വാക്കാണ് ടേൺഡ്. അങ്ങനെ ആയി മാറി എന്ന് പറയണം. അപ്പൊ ടേൺഡ് ആണ് ഇവിടുത്തെ ലിങ്കിങ് വേർബ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഇതുവരെ കണ്ട 5 പാറ്റേൺസ് ഉണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെയാണ് കുറച്ചുകൂടെ ലെങ്തി ആക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ചില ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഒരു പാറ്റേൺ ഓർമ്മയുണ്ടല്ലോ, സബ്ജക്റ്റും ഇൻട്രാൻസിറ്റീവ് വേർബും. ആ പാറ്റേണിൽ വരുന്ന ഒരു സെന്റൻസ് നമുക്ക് നോക്കാം. ഞങ്ങള് നടന്നു, വി വാക്ഡ് എന്ന് പറഞ്ഞ പോരെ. അപ്പോൾ ഇവിടെ വി സബ്ജക്റ്റും വാക്ഡ് ഇൻട്രാൻസിറ്റീവ് വേർബും ആണല്ലോ. ഇവിടെ ഞാനത് കുറച്ചുകൂടി ലെങ്തി ആക്കുകയാണ്. എത്ര സമയം നടന്നു എന്ന് ഞാൻ പറയാൻ പോവാണ്. അപ്പൊ ഞാൻ പറയാണ്, ഞങ്ങള് 1 മണിക്കൂർ സമയം നടന്നു. ഫോർ an hour എന്നുകൂടെ ചേർത്താൽ മതി അല്ലെ. അപ്പൊ എന്തായി? വി വാക്ഡ് ഫോർ an hour. ഈ ഫോർ an hour എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഫ്രേസ്, അതായത് വാക്കുകളുടെ ഒരു കൂട്ടമല്ലേ അവിടെ നമ്മൾ ചേർത്തത്, ഫോർ an hour. അത് തുടങ്ങുന്നത് ഫോർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് പ്രപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയാം. മനസ്സിലായോ? ഫോർ an hour ഒരു പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ്. മാത്രമല്ല, ശരിക്കും പറഞ്ഞാല് നമ്മളിവിടെ പറയുന്നത് ഞങ്ങൾ നടന്നു എന്നാണ്. അപ്പൊ എത്ര സമയം നടന്നു, അല്ലെങ്കിൽ എങ്ങനെ നടന്നു, എപ്പോൾ നടന്നു എന്നൊക്കെ നമ്മൾ നമുക്ക് ആ സെന്റൻസിന്റെ ആ ഒരു ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം അല്ലെ. അപ്പൊ ആ വേർബിനെ കുറിച്ച് നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ, കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ ഉപയോഗിച്ച ഒരു പ്രപ്പോസിഷണൽ ഫ്രേസ് ആയതുകൊണ്ട് നമുക്ക് അതിനെ ആഡ്വേർബിയൽ എന്ന് പറയാം. വേറെ കാര്യമൊന്നുമില്ല. ആഡ്വേർബിയൽ എന്ന് പറഞ്ഞാൽ ഈ വേർബിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണത്, അല്ലെങ്കിൽ ഒരു വാക്കായിരിക്കാം, ഒരു ഫ്രേസ് ആയിരിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ആഡ് ചെയ്തത് ഫോർ an hour എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് ആണ്. അതൊരു പ്രപ്പോസിഷണൽ ഫ്രേസ് ആണെന്ന് ഞാൻ പറയാൻ കാരണം അത് ഫോർ എന്ന പ്രപ്പോസിഷൻ വെച്ച് തുടങ്ങിയത് കൊണ്ട്. അപ്പൊ പ്രപ്പോസിഷണൽ ഫ്രേസസ് ചിലപ്പോൾ ആഡ്വേർബ്സ് ആയിട്ട് വരാം, ചിലപ്പോൾ ആഡ്ജക്റ്റീവ്സ് ആയിട്ട് വരാം. ഇവിടെ ഈ ഒരു പ്രവൃത്തിയെ കുറിച്ചല്ലേ പറയുന്നത്, നടന്നത് എങ്ങനെയെന്നല്ലേ പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ആഡ്വേർബിയൽ ആയ പ്രപ്പോസിഷണൽ ഫ്രേസ് ആണെന്ന് പറഞ്ഞത്. ഗ്രാമറിന്റെ ആ ഒരു ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തതന്നേ ഉള്ളൂ. അതറിയാൻ താല്പര്യമില്ലാത്തവർ ഈ ഒരു തലവേദനയിലേക്ക് ഒന്നും പോകണ്ട, കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. വി വാക്ഡ്, അത് കഴിഞ്ഞ് എത്ര സമയം നടന്നു എന്ന് നമ്മൾ പറയുന്നു. വി വാക്ഡ് ഫോർ an hour. ഇനി വേറൊരു ഷോർട്ട് സെന്റൻസ്, ഞാൻ ഇരുന്നു, ഐ സാറ്റ് എന്ന് പറയാം. ഞാൻ എവിടെ ഇരുന്നു എന്നാണ് ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് കേട്ടോ. എവിടെ. അപ്പോ ഓൺ എ ചെയർ എന്നാണ് ഞാൻ പറയുന്നത്. ഒരു കസേരയിൽ ഇരുന്നു. ഐ സാറ്റ് ഓൺ എ ചെയർ. അപ്പൊ അവിടെ ഞാൻ ചേർത്തത് എന്താണ്? ഒരു പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ്. പക്ഷെ അതും ഒരു ആഡ്വേർബിയൽ ആണ്. അതായത് എവിടെ ഇരുന്നു, എങ്ങനെ ഇരുന്നു എന്നൊക്കെ പല ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ, അതിന് ഉത്തരമായിട്ട് വരുന്ന ഒരു പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ് ഞാൻ ചേർത്തത്. ഐ സാറ്റ് ഓൺ എ ചെയർ. അപ്പൊ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ഷോർട്ട് സെന്റൻസസ് നമുക്ക് ഇതുപോലെയുള്ള ഫ്രേസസ് കൂടെ ചേർത്ത് ലോങ് ആക്കാം. ഇനി ഇതേ സെന്റൻസ് ഞാൻ കുറച്ചുകൂടെ ലോങ് ആക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഐ സാറ്റ് ഓൺ എ ചെയർ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്, എങ്ങനെ ഇരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. നിശബ്ദമായി ഇരുന്നു എന്ന് പറയണമെങ്കിൽ ഐ സാറ്റ് ക്വയറ്റ്ലി ഓൺ എ ചെയർ എന്ന് പറയാം അല്ലെ. അപ്പൊ ഇവിടെ ക്വയറ്റ്ലി എന്ന് പറയുന്നത് ഒരു ആഡ്വേർബ് തന്നെയാണ്. കണ്ടില്ലേ, ly കൂടെ ചേർത്തിരിക്കുന്നത്. എങ്ങനെ ഇരുന്നു? നിശബ്ദമായിരുന്നു, ക്വയറ്റ് ആയി ഇരുന്നു. ഐ സാറ്റ് ക്വയറ്റ്ലി ഓൺ എ ചെയർ. സെന്റൻസിന്റെ ലെങ്ത് കൂടി വരുന്നത് നിങ്ങൾ കണ്ടല്ലോ. വേണമെങ്കിൽ എനിക്ക് വേറൊരു തരത്തിലും ഈ സെന്റൻസ് ലോങ് ആക്കാം. ഐ സാറ്റ് ഓൺ എ ചെയർ. ഈ ചെയർ എങ്ങനെയുള്ളതാണ് എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതൊരു മരം കൊണ്ടുണ്ടാക്കിയ ചെയർ ആണ്, ഒരു വുഡൻ ചെയർ ആണ്. അപ്പൊ ഞാൻ എന്ത് പറയും? ഐ സാറ്റ് ഓൺ എ വുഡൻ ചെയർ. മനസ്സിലായോ? ഒരു ആഡ്ജക്റ്റീവ് കൂടെ ഞാൻ ഇവിടെ ചേർത്തു. ചെയറിനെ കുറിച്ച് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാണ്, അതൊരു ആഡ്ജക്റ്റീവ് ആണ്. ഐ സാറ്റ് ഓൺ എ വുഡൻ ചെയർ. ആ ആൺകുട്ടി ഓടി. ദ ബോയ് റാൻ. ഓടി എന്ന് പറയാൻ പാസ്റ്റ് ടെൻസ്, റാൻ. ദ ബോയ് റാൻ. ഇനി ആ ചെറിയ ആൺകുട്ടി എന്നുകൂടെ പറയണമെങ്കിൽ ദ ലിറ്റിൽ ബോയ് റാൻ എന്ന് പറയും. അപ്പൊ അവിടെ ലിറ്റിൽ എന്നൊരു ആഡ്ജക്റ്റീവ് ഞാൻ ചേർത്തു. മനസ്സിലായോ? ദ ബോയ് റാന് പകരം ദ ലിറ്റിൽ ബോയ് റാൻ എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ ലോങ് ആയി. ഇനി ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാട്ടോ. ഈ ലിറ്റിൽ ബോയ് വേഗത്തിൽ ഓടി എന്ന് എനിക്ക് പറയണം. അപ്പൊ ഞാൻ എന്ത് പറയും? ദ ലിറ്റിൽ ബോയ് റാൻ ഫാസ്റ്റ്. ക്വിക്ലി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയായിരുന്നു, അതിന് പകരം ഫാസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം, അതൊരു ആഡ്വേർബ് ആണെങ്കിലും
ഫാസ്റ്റ്ലി എന്ന് പറയില്ല. ചില ആഡ്വേർബ്സ് അങ്ങനെയാണ് ly ചേർക്കണ്ട. ദ ലിറ്റിൽ ബോയ് റാൻ ഫാസ്റ്റ് എന്ന് മാത്രം പറയുക. മനസ്സിലായോ? കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അവിടെ ചേർത്തത്. ഇനി സബ്ജക്ട്, വേർബ്, ഒബ്ജക്ട് ആ ഒരു പാറ്റേണിൽ വരുന്ന ഒരു സെന്റൻസ്. ഞാൻ എൻ്റെ ഫാമിലിയെ മിസ് ചെയ്യുന്നു. ഐ മിസ് മൈ ഫാമിലി. ഇനി ഞാൻ പറയാണ്, ഞാൻ എൻ്റെ ഫാമിലിയെ ഭയങ്കരമായി മിസ് ചെയ്യുന്നു. ഐ ടെറിബ്ലി മിസ് മൈ ഫാമിലി. അപ്പൊ ഐ മിസ് മൈ ഫാമിലി എന്നുള്ളതിനിടയ്ക്ക് നമ്മൾ ടെറിബ്ലി കൂടെ ചേർത്തു. ഐ ടെറിബ്ലി മിസ് മൈ ഫാമിലി. അപ്പൊ അറിയാലോ, ഈ ടെറിബ്ലി എന്ന് പറയുന്നത് ഒരു ആഡ്വേർബ് ആണ് കേട്ടോ. ഇനി ഇതേ പാറ്റേണിൽ വേറൊരു സെന്റൻസ്. എനിക്ക് ടെന്നീസ് കളിക്കാൻ ഇഷ്ടമാണ്. ഐ ലൈക്ക് ടു പ്ലേ ടെന്നീസ്. ഇനി ഞാനിവിടെ കുറച്ച് ഡീറ്റെയിൽസ് ചേർക്കാൻ പോവാണ്. എനിക്ക് ടെന്നീസ് എപ്പോ കളിക്കുന്നതാണ് ഇഷ്ടം എന്ന് ഞാൻ പറയാൻ പോവാണ്. ഐ ലൈക്ക് ടു പ്ലേ ടെന്നീസ് ഓൺ വീക്കെൻഡ്സ്. വാരാന്ത്യങ്ങളിൽ ടെന്നീസ് കളിക്കുന്ന ഇഷ്ടമാണ്. അപ്പോൾ ഓൺ വീക്കെൻഡ്സ് എന്ന് പറയുന്നത് ഒരു പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ്. ഓൺ വെച്ച് തുടങ്ങിയത് കണ്ടോ? ഓൺ ഒരു പ്രപ്പോസിഷൻ അല്ലേ? പക്ഷെ മനസ്സിലാക്കണം, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആഡ്വേർബിയൽ ആണ്. ഒരു ആഡ്വേർബിന്റെ ജോലിയാണ് ഈ പ്രപ്പോസിഷണൽ ഫ്രേസ് ചെയ്യുന്നത്. കാരണം എപ്പോ കളിക്കാനാണ് ഇഷ്ടം. അപ്പൊ എപ്പോ കളിക്കാൻ എന്നതിന്റെ ഉത്തരമാണ് ഓൺ വീക്കെൻഡ്സ്. ഞാൻ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. എത്ര ഇഷ്ടമാണ് എന്ന് ചോദിച്ചാൽ വളരെ അധികം ഇഷ്ടമാണെന്ന് പറയാൻ വെരി മച്ച് കൂടെ ചേർക്കാം. അതും വേറൊരു ഫ്രേസ് ആണ്. അതും ഒരു ആഡ്വേർബ് തന്നെയാണ്. ഹൗ മച്ച്, എത്ര ഇഷ്ടമാണ്? വെരി മച്ച്. അപ്പൊ സെന്റൻസ് എന്തായി? ഐ ലൈക്ക് ടു പ്ലേ ടെന്നീസ് ഓൺ വീക്കെൻഡ്സ് വെരി മച്ച്. ആ വെരി മച്ച് നമുക്ക് തിരിച്ചുവിടാം കേട്ടോ. ഐ ലൈക്ക് ടു പ്ലേ ടെന്നീസ് വെരി മച്ച് ഓൺ വീക്കെൻഡ്സ് എന്നും പറയാം. ഇനി വേറെ ഒരെണ്ണം നമ്മൾ നേരത്തെ കണ്ടില്ലേ, അവരെന്നെ അത്ഭുതപ്പെടുത്തി. ദേ സർപ്രൈസ്ഡ് മീ എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഇതും ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് ലെങ്തി ആക്കാൻ പോവാണ്. അവരെന്നെ എങ്ങനെയാണ് അത്ഭുതപ്പെടുത്തിയത്? ഒരു പാർട്ടി തന്നു. എപ്പോഴാണ് ഇങ്ങനെ അത്ഭുതപ്പെടുത്തിയത്? എന്റെ ബർത്ത്ഡേയുടെ ദിവസം, എന്റെ പിറന്നാളിന്. അപ്പൊ അതെങ്ങനെ പറയുന്നത് നോക്കൂ. ദേ സർപ്രൈസ്ഡ് മീ വിത്ത് എ പാർട്ടി ഓൺ മൈ ബർത്ത്ഡേ. അപ്പൊ അവിടെ രണ്ട് ഫ്രേസസ് ആണ് നമ്മൾ ചേർത്തത്. വിത്ത് എ പാർട്ടി എന്ന് പറയുന്നത് ഒരു പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ് അല്ലെ? അതുപോലെ എപ്പോ? ഓൺ മൈ ബർത്ത്ഡേ, അതും ഒരു പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ്. അപ്പൊ ഇതൊരു ആഡ്വേർബിയൽ ആണ് എന്ന് മാത്രം. അപ്പൊ കണ്ടല്ലോ, നമുക്ക് പല രീതിയിൽ ഇങ്ങനെ ഫ്രേസസും അതുപോലെ വേർഡ്സ്, ആഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ് ഒക്കെ ആഡ് ചെയ്ത് ഒരു സെന്റൻസിനെ നമുക്ക് ഇലോങ്ങേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെന്റൻസ് പാറ്റേൺസ് ആണ് കണ്ടത്. ഇതിനെ ബേസ് ചെയ്താണ് ഞാനിവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഞാൻ മലയാളത്തിലെ സെന്റൻസ് പറയാം, നിങ്ങളത് ഇംഗ്ലീഷിലേക്ക് ആക്കണം കേട്ടോ. ആദ്യത്തത്, മുറി വൃത്തിയുള്ളതാണ്. ഇതാണ് പറയേണ്ടത്. മുറി വൃത്തിയുള്ളതാണ് എന്ന് പറയണം. അപ്പൊ മുറി എന്നുള്ളതിന് ദ റൂം എന്ന് പറയും. വൃത്തിയുള്ളത് ക്ലീൻ ആണ്. ഇത് എങ്ങനെയാണ് നിങ്ങൾ സെന്റൻസ് ആക്കുക എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ പാറ്റേൺ കണ്ടതാണ്. അവിടെ ഒരു ലിങ്കിങ് വേർബ് യൂസ് ചെയ്യേണ്ടി വരും. ഇനി അടുത്തത്, അയാൾ എന്നോട് ഒരു രഹസ്യം പറഞ്ഞു എന്ന് പറയണം. അയാൾ എന്നോട് ഒരു രഹസ്യം പറഞ്ഞു. അവിടെ നമുക്ക് രണ്ട് ഓബ്ജക്ട്സ് വരുന്നുണ്ട്. ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും ഉണ്ട്, ഡയറക്റ്റ് ഓബ്ജക്റ്റും ഉണ്ട്. ആ ശരിയായ ഒരു രീതിയിൽ നിങ്ങൾ ആ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യൂ. ഇനി മൂന്നാമത്തത്, ഞാൻ കാർ വാഷ് ചെയ്തു എന്ന് പറയണം. മനസ്സിലായോ? ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. അവിടെ സബ്ജക്റ്റും വേർബും ഓബ്ജക്റ്റും വരുന്നുണ്ട്. ഞാൻ കാർ വാഷ് ചെയ്തു, പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ വരേണ്ടത്. ട്രൈ ചെയ്യൂ. ഇനി ഒരെണ്ണം കൂടെ, സാറ അബദ്ധത്തിൽ എന്റെ കാർ കീസ് എടുത്തു എന്ന് പറയണം. മനസ്സിലായോ? അപ്പൊ സാറ അബദ്ധത്തിൽ, ആ ഒരു ഫ്രേസ് കൂടെ നിങ്ങൾ ചേർക്കേണ്ടി വരും. അബദ്ധത്തിൽ എന്നുള്ളതിന് ബൈ മിസ്റ്റേക്ക് എന്ന് പറയാം. പിന്നെ എടുത്തു എന്നുള്ളതിന് നമ്മൾ ടേക്ക്, അതിന്റെ പാസ്റ്റ് ടെൻസ് ടുക്ക് ആണ് പറയുന്നത്. സാറ അബദ്ധത്തിൽ എന്റെ കാർ കീസ് എടുത്തു എന്നാണ് പറയേണ്ടത്. മനസ്സിലായോ? അബദ്ധത്തിൽ എന്ന ആ ഒരു ഫ്രേസ് കൂടെ നിങ്ങൾ ചേർക്കേണ്ടി വരും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ 4 സെന്റൻസസും നിങ്ങൾ ഇംഗ്ലീഷിൽ കൺസ്ട്രക്ട് ചെയ്തിട്ട് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണും എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് ഒരുപാട് എനർജി തരുന്നുള്ളതാണ് സത്യം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യൂ. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. അപ്പൊ അധികം താമസിയാതെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ